അതല്ല ഞാൻ പറഞ്ഞത്. 5 വർഷത്തതാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അതിനൊരു കഴമ്പുണ്ട്. 10 വർഷമെന്ന് പറയുമ്പോൾ 5 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ. ആ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ ഒരു ഗവൺമെൻറ് 2ാം വട്ടം കേരളത്തിൽ അംഗീകരിച്ചു. അത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഞെട്ടലോടെ മനസ്സിലാക്കുകയും 3ാമതൊരു ഭരണം വരാതിരിക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയം വികസനത്തിൽ തളച്ചിടേണ്ടതില്ല എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. BJPയും കോൺഗ്രസും വികസനത്തെക്കുറിച്ച് പറയാതെ വികസനം തടസ്സപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വന്നു. ഇപ്പം ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ വന്നാൽ ഇല്ലാതാക്കും, നാഷണൽ ഹൈവേ നടത്താൻ സമ്മതിക്കില്ല, 2000 രൂപ പെൻഷൻ കൊടുത്തപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് മര്യാദകേട് കാണിക്കരുത് സർക്കാർ. ഇങ്ങനെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും അവർ കടന്നാക്രമിക്കാൻ തുടങ്ങി. അതാണ് കേരളത്തിലെ ജനങ്ങളെ LDFന് അനുകൂലമായി നിർത്തുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ പൊളിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ നരേറ്റീവ്സ് വർഗീയതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ളത്. സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അങ്ങനെ അത് മര്യാദകേട് കാണിക്കരുതെന്ന് പറയുമ്പോൾ ജനം എന്താ കരുതുക? ഞങ്ങൾക്ക് പണം നൽകുന്നതിനെ കോൺഗ്രസ് എതിർക്കുകയാണ്, എന്നാൽ അവർക്ക് വോട്ട് ചെയ്തുകള എന്ന് നാട്ടുകാർ തീരുമാനിച്ചോ? മറ്റൊന്ന്, ഹൈവേ പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം പിന്തുണച്ചോ? അല്ല, അതെങ്ങനെയാണ്? അങ്ങനെ ഒരു ആഖ്യാനം സൃഷ്ടിച്ചാൽ അതിന് ജനം എങ്ങനെയാണ് പിന്തുണയ്ക്കുക? അപ്പോൾ എവിടെയല്ലേ? അല്ല, അതെ, ഇതെന്താ മാഷ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിലെന്നോ? കേരളത്തിലെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അവരതിനെ എല്ലാം എതിർത്ത കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ പോലും കഷ്ടിച്ചാണെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അതിനെല്ലാം പരസ്യമായിട്ട് എതിർക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വികസനത്തെ എതിർത്തുകൊണ്ട് നിന്ന ഒരാൾക്ക് ഈ പെൻഷന്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങ് വാദിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതല്ല എന്റെ ചോദ്യം. അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല എന്റെ ചോദ്യം. അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ PK ഗോപൻ, ജനങ്ങൾ അത് കേൾക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് പണം കൊടുക്കുന്ന, ജനങ്ങളുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി പണം കൊടുക്കുന്ന ഒരു സർക്കാരിനെ മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് പോയി ജനം വോട്ട് ചെയ്യുമോ? ഞങ്ങൾ ഹൈവേ പണിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യുമോ? അതിലേക്കല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ വർത്തമാനത്തിൻ്റെ അടുത്ത സ്റ്റേജ് അതാണ്, അല്ലാതെ മറ്റേതല്ല. അത് വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് നിലപാടെടുത്തവരാണവർ. അപ്പോൾ അതാണ് ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചത്. ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് പാറ്റേണിൽ അത് പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ്. അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അതിന് UDF കണ്ടെത്തിയ മാർഗം എന്താ? UDF കണ്ടെത്തിയ മാർഗം കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ ഏറ്റവും ശക്തമായി ഇന്ത്യ രാജ്യത്ത് ഹിന്ദു വർഗീയതയ്ക്കെതിരായി പ്രത്യയശാസ്ത്രപരമായും പ്രായോഗികമായും നിലപാട് സ്വീകരിക്കുന്ന ആരാ? ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കം, കോൺഗ്രസിന് അധികാരത്തിൽ വരണം, BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേറ്റരുത്. ഈ രാഷ്ട്രീയ തർക്കം മാത്രമാണ്, പ്രത്യയശാസ്ത്ര തർക്കമില്ല. അതുകൊണ്ടാണ് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ വർഷം ചേർന്നിട്ട് ഇന്ത്യയിലെ 1ാമത്തെ ശത്രു, അവരെ സംബന്ധിച്ച് എത്രയോ ചെറിയ പാർട്ടിയാണ് CPM ആണെന്ന് അവർ പ്രഖ്യാപിച്ചത്. അവർക്ക് CPM ആണ് 1ാമത്തെ ശത്രു. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് BJP സ്ഥാനാർത്ഥി നിർത്തിയില്ല. അവിടെ CPIMന്റെ മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ BJP സ്ഥാനാർത്ഥി അവരെ നിർത്തിയില്ല. അപ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല അതിനകത്തുള്ള, അത് രണ്ടാമതൊരു കൈകാര്യം ചെയ്തോളും. അവരെ സംബന്ധിച്ച് പ്രധാനം രാഷ്ട്രീയ ശത്രു എന്നുള്ളത് CPIM ആണ്. അങ്ങനെ രാജ്യത്ത് BJPക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മൃദു ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? 1. 2, ഇസ്ലാമിനെ, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് എത്രയോ കാര്യങ്ങളിൽ, ബാബറി മസ്ജിദ് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, അതിനുശേഷം വന്ന ഒരുപാട് സംഭവവികാസങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് BJP 10, 11, 12 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ പാർലമെന്റിൽ നടത്തിയ പ്രതിഷേധങ്ങളായിക്കൊള്ളട്ടെ, പാലസ്തീൻ പ്രശ്നത്തിൽ LDF അല്ലെങ്കിൽ CPIM എടുത്ത നിലപാടായിക്കൊള്ളട്ടെ, അതെല്ലാം ഇസ്ലാമിക വർഗീയതയ്ക്കപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക, അതോടൊപ്പം ഇസ്ലാമിക വർഗീയത, തീവ്ര വർഗീയത, RSSനെ എതിർക്കുന്നത് പോലെ അത്രയും വലിയ അപകടം ഇന്ത്യയിൽ വരുത്തിവെക്കില്ലെങ്കിലും ഇസ്ലാമിക വർഗീയതയും ചേർക്കപ്പെടേണ്ടതാണ്. ഇങ്ങനൊരു സെക്യുലർ സമീപനം എടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് ന്യൂനപക്ഷങ്ങളുടെ തെറ്റിദ്ധാരണ പരത്തുന്ന വിശകലനങ്ങളും വിശദീകരണങ്ങളുമായി വലതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു തരത്തിൽ കുറച്ചത് കേരളത്തിൽ ഇപ്പോൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതാണ് തോമസ് ഐസക് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട